ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതുപോലത്തെ ഒരു ഫ്ലവർ കോസ്റ്ററാണ്. ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കോസ്റ്ററാണ്. കാണാനും നല്ല ഭംഗിയാണ്. ഈ ടേബിൾ മാറ്റിൻ്റെ വീഡിയോ കാണാത്തവരെ ഒന്ന് കണ്ടു നോക്കണേ. ഇനിയും നമുക്ക് കോസ്റ്റർ ഉണ്ടാക്കാനായിട്ട് ഇതുപോലൊരു കെട്ടിട്ടതിന് ശേഷം 6 ചെയിൻ ഇട്ട് കൊടുക്കാം. ഇനി ഇത് ജോയിൻ ചെയ്തെടുക്കാം. അതിനുശേഷം 3 ചെയിൻ ഇട്ട് കൊടുക്കാം. ഇനിയും ഈ റിങ്ങിൻ്റെ അകത്ത് പഫ് സ്റ്റിച്ച് തയ്ച്ചു കൊടുക്കാം. 5 പ്രാവശ്യം ഇതുപോലെ ചുറ്റിയെടുത്ത് പഫ് സ്റ്റിച്ച് തയ്ച്ചെടുക്കാം. ഇതുപോലെ 6 പഫ് സ്റ്റിച്ച് ഈ റിങ്ങിൻ്റെ അകത്ത് നമുക്ക് തയ്ച്ചെടുക്കാം. ഇനി അടുത്ത കളറ് നൂല് ഇതുപോലെ ജോയിൻ ചെയ്ത് കൊടുക്കാം. പിന്നെയും ഇതുപോലെ തന്നെ ഒരു പഫ് സ്റ്റിച്ച് തയ്ച്ചു കൊടുക്കാം. ഇങ്ങനെ ഈ റൗണ്ടിൽ 12 പഫ് സ്റ്റിച്ച് തയ്ച്ചെടുക്കാം. ഇനി നമുക്ക് ഇവിടെ ഒരു സിംഗിൾ ക്രോഷ്യ തയ്ച്ചു കൊടുക്കാം. ഇനി അടുത്ത സ്പേസിൽ 2 സിംഗിൾ ക്രോഷ്യ തയ്ച്ചെടുക്കാം. പിന്നെയും ഇവിടെ ഒരു സിംഗിൾ ക്രോഷ്യ തയ്ച്ചു കൊടുക്കാം.
ഇനി അടുത്ത സ്പേസിൽ 2 സിംഗിൾ ക്രോഷ്യ തയ്ച്ചെടുക്കാം. ഇങ്ങനെ ഈ റൗണ്ട് ഫുള്ളായിട്ട് തയ്ച്ചെടുക്കാം. ഇനി അടുത്ത കളർ നൂല് ഇതുപോലെ ജോയിൻ ചെയ്തെടുക്കാം. അതിനുശേഷം 3 ചെയിൻ ഇട്ട് കൊടുക്കാം. ഇനി ഇതുപോലെ ഒന്ന് ചുറ്റി ഇതുപോലെ തയ്ച്ചെടുക്കാം. ഒരു ചെയിൻ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു ചെയിൻ വിട്ടിട്ട് അടുത്ത ചെയിനിലോട്ട് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തു കൊടുക്കാം. പിന്നെ ഇതുപോലെ തന്നെ ഒന്ന് ചുറ്റിയെടുത്ത് ഇതുപോലെ തയ്ച്ചെടുക്കാം. ഇങ്ങനെ ഈ റൗണ്ട് ഫുള്ളായിട്ട് തയ്ച്ചെടുക്കാം. ഇനി അടുത്ത കളർ നൂലെടുത്ത് ഇതുപോലെ ജോയിൻ ചെയ്തതിന് ശേഷം 4 ചെയിൻ ഇട്ട് കൊടുക്കാം. അടുത്ത സ്പേസിലോട്ട് ഒരു സിംഗിൾ ക്രോഷ്യ വെച്ച് ജോയിൻ ചെയ്ത് കൊടുക്കാം. പിന്നെ 2 ചെയിൻ ഇട്ട് കൊടുക്കാം. പിന്നെയും ഒരു സിംഗിൾ ക്രോഷ്യ തയ്ച്ചു കൊടുക്കാം. ഇനിയും 4 ചെയിൻ ഇട്ട് കൊടുക്കാം. ഇതിങ്ങനെ ഈ റൗണ്ട് ഫുള്ളായിട്ട് റിപ്പീറ്റ് ചെയ്യാം. ഇനി അടുത്ത റൗണ്ട് 3 ചെയിൻ ഇട്ടതിന് ശേഷം 10 ഡബിൾ ക്രോഷ്യ ഈ സ്പേസിൽ തന്നെ ചെയ്തു കൊടുക്കാം.
ടോട്ടൽ ഈ സ്പേസിൽ 11 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കണം. ഈ സ്പേസ് വിട്ടിട്ട് അടുത്ത സ്പേസിലോട്ട് പിന്നെയും 11 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കാം. ഈ റൗണ്ട് ഫുള്ളായിട്ട് ഇതുപോലെ ചെയ്തെടുക്കാം. ഇനി അടുത്ത കളർ നൂലെടുത്ത് ഒരു ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് ഇത് ജോയിൻ ചെയ്തെടുക്കും. ഇനി അവിടെ തന്നെ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്തെടുക്കാം. ഇതുപോലെ 4 സിംഗിൾ ക്രോഷ്യ 4 ചെയിനിലായിട്ട് ചെയ്തെടുക്കാം. ഇനി അടുത്ത ചെയിനിൽ 4 സിംഗിൾ ക്രോഷ്യ ആ സെയിം ചെയിനിൽ തന്നെ ചെയ്തെടുക്കാം. പിന്നെയും അടുത്ത ചെയിനിൽ ഒരു സിംഗിൾ ക്രോഷ്യ, പിന്നെ ഇങ്ങനെ 4 സിംഗിൾ ക്രോഷ്യ 4 ചെയിനിലായിട്ട് ചെയ്തെടുക്കാം. ഇനി ഒരു ചെയിന് സ്കിപ്പ് ചെയ്തിട്ട് ഇതുപോലെ ഇതിൻ്റെ സെൻറ്ററിൽ കൂടെ ഇതുപോലെ തയ്ച്ചെടുക്കും. പിന്നെ ഇതുപോലെ തന്നെ ഒരു ചെയിൻ സ്കിപ്പ് ചെയ്ത് അടുത്ത ചെയിനിലോട്ട് സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഈ റൗണ്ട് ഫുള്ളായിട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി ഒരു പുതിയ വീഡിയോയുമായിട്ട് കാണാം. താങ്ക്